ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എന്ത് അസുഖങ്ങളാണെങ്കിലും എന്ത് മാറാരോഗങ്ങളാണെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു ശ്ലോകത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്, വാതരോഗം കൊണ്ട് സഹിക്കാൻ വയ്യാത്ത വേദന അനുഭവിച്ചിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെക്കുറിച്ച്. ഭട്ടതിരിപ്പാട് നിത്യവും ഗുരുവായൂരപ്പനെ തൊഴുമായിരുന്നു. ഇത്ര കഠിനമായ വേദനയിലും അദ്ദേഹം ആ പതിവ് മുടക്കിയിരുന്നില്ല. ഗുരുവായൂരപ്പനിൽ അദ്ദേഹത്തിന് അത്ര ഭക്തിയും വിശ്വാസവുമായിരുന്നു. അദ്ദേഹം ഗുരുവായൂരിൽ ഇരുന്ന് ഭഗവാനെ സ്തുതിച്ച് രചിച്ചതാണ് നാരായണീയം. നാരായണീയം എഴുതി അത് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചപ്പോഴാണ് ഭക്തവത്സലനായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറ്റിക്കൊടുത്തത്. 100 ദശകങ്ങൾ അടങ്ങുന്നതാണ് നാരായണീയം. നാരായണീയത്തിലെ 8-ാം ദശകത്തിലെ 13-ാമത്തെ ശ്ലോകമാണ്. അതിവിശേഷപ്പെട്ട ശ്ലോകമാണ്. വിശ്വസിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ ശ്ലോകം നിത്യവും 9-12 തവണ പാരായണം ചെയ്താൽ ഏത് അസുഖങ്ങളും മാറിക്കിട്ടും. അസുഖങ്ങൾ വരാതിരിക്കാനും ആരോഗ്യമുള്ള ശരീരത്തിനും ഈ ശ്ലോകം നിത്യവും ചൊല്ലാവുന്നതാണ്. ഇതാണ് ആ ശ്ലോകം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിദമുദ്ധാപിത പത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുദ്ധിവാദാലയ വാസവിഷ്ണു. ഇനി ശ്ലോകത്തിൻ്റെ സാരം. അല്ലയോ പരമാത്മാവേ, ഗുരുവായൂരപ്പ, വിഷ്ണു, ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മങ്ങൾക്കായി ഉണർത്തിയ അനന്തമായ മഹത്വങ്ങളുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളെ മുഴുവൻ ശമിപ്പിക്കണമേ.